ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ റിമാൻഡിലായ എൻ വിജയകുമാർ, അതുമായി ബന്ധപ്പെട്ട റിമാൻഡ് റിപ്പോർട്ട് വിശദാംശങ്ങൾ കൂടി ഇപ്പോൾ പുറത്തുവരികയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വേണ്ടി ബോർഡ് പ്രസിഡന്റായിരുന്ന പത്മകുമാറിനൊപ്പം എൻ വിജയകുമാറും ഗൂഢാലോചന നടത്തി എന്നാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. ബോർഡിന് നഷ്ടമുണ്ടാക്കാൻ വേണ്ടി പ്രതികൾ സഹകരിച്ചു എന്നുകൂടി പറയുന്നു. രേഖകളിൽ കൃത്രിമം നടത്തി എന്നുകൂടിയാണ് SIT വ്യക്തമാക്കിയിരിക്കുന്നത്. MG പ്രതീഷ് അതിന്റെ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. പ്രതീഷ്, റിമാൻഡ് റിപ്പോർട്ടിൽ മറ്റെന്തൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ട്? പ്രജിൻ, ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട എൻ വിജയകുമാറിന് പങ്കുണ്ട് എന്നതാണ് SIT കോടതിയിൽ അറിയിച്ചിരിക്കുന്നത്. ഈ മാസം 12 വരെ ഈ എൻ വിജയകുമാറിനെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. റിമാൻഡ് റിപ്പോർട്ടിലാണ് ഗൂഢാലോചനയിൽ എൻ വിജയകുമാറിന് പങ്കുണ്ടെന്ന് SIT കോടതിയെ അറിയിച്ചിരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി സഹകരിച്ച പ്രതികൾ ഗൂഢാലോചന നടത്തി. പത്മകുമാറിനൊപ്പം ഈ ഗൂഢാലോചനയിൽ ബോർഡ് അംഗമായിരുന്ന എൻ വിജയകുമാറിനും പങ്കുണ്ട് എന്നതാണ് ഇപ്പോൾ SIT അറിയിച്ചിരിക്കുന്നത്. രേഖകളിൽ ഉൾപ്പെടെ കൃത്രിമം നടത്തി എന്ന് കൂടി പറയുന്നുണ്ട്. 2019 മാർച്ച് 19 ഈ മിനിറ്റ്സ് ആണ് പ്രധാനമായും എൻ വിജയകുമാറിനും കുരുക്കായിട്ടുള്ളത്. സ്വർണം പൊതിഞ്ഞ പാളികൾ ചെമ്പാക്കി മാറ്റിയത് ഈ പത്മകുമാറിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു. ആ മിനിറ്റ്സിൽ ഈ പത്മകുമാറിന് പുറമെ എൻ വിജയകുമാറും മറ്റൊരു ബോർഡ് അംഗവുമായിരുന്ന ശങ്കരദാസും ഒപ്പുവെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ തരത്തിൽ കൃത്രിമം നടത്തിയതിൽ എൻ വിജയകുമാറിനും പങ്കുണ്ട്. ഗൂഢാലോചനയിൽ എൻ വിജയകുമാറും പങ്കാളിയാണ് എന്നുകൂടിയാണ് ഇപ്പോൾ SIT അറിയിച്ചിരിക്കുന്നത്. എൻ വിജയകുമാർ നൽകിയ ജാമ്യാപേക്ഷ മറ്റന്നാൾ കോടതി വീണ്ടും പരിഗണിക്കുന്നുണ്ട്. വൈദ്യപരിശോധനയ്ക്ക് കോടതിയിൽ ആശുപത്രിയിൽ എത്തിക്കുന്ന ഘട്ടത്തിൽ താൻ നിരപരാധിയാണ്, തനിക്ക് മറ്റൊന്നും പറയാനില്ല എന്നുള്ള പ്രതികരണമാണ് എൻ വിജയകുമാർ മാധ്യമങ്ങൾക്ക് മുന്നിൽ നടത്തിയിട്ടുള്ളത്. പക്ഷേ എൻ വിജയകുമാറിന് ഇതുമായി ബന്ധപ്പെട്ട പങ്കുണ്ട് എന്നതാണ് ഇപ്പോൾ SIT അറിയിക്കുന്നത്. റിമാൻഡ് റിപ്പോർട്ടിന്റെ വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തുവന്നത്. MG പ്രതീഷാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.